എല്ലാവർക്കും സാർടെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട AI ടൂളുകളിൽ ഒന്നായിട്ടുള്ള ChatGPT കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാൻ പോവുകയാണ്. ChatGPT എന്നത് OpenAI എന്ന കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ശക്തമായ ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ഇത് വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണലുകൾ വരെ അല്ലെങ്കിൽ യുവാക്കൾ മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഈ AI നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ChatGPT പോലുള്ള ടൂളുകളെ കുറിച്ച് അറിയുക എന്നതും വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ജോലി, വിദ്യാഭ്യാസം, ഗവേഷണം, റിസർച്ച്, അതർ സർഗാത്മക പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഓൾറെഡി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ChatGPTയുടെ ബേസിക് കാര്യങ്ങൾ മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചില പ്രയോഗങ്ങൾ വരെ പരിശോധിക്കും. തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ ഓരോ സ്റ്റെപ്പും വളരെ സിമ്പിളായി വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ChatGPT അക്കൗണ്ട് സൃഷ്ടിക്കുന്നതിൽ തുടങ്ങി വിവിധ സവിശേഷതകൾ, അതിന്റെ ഇന്റർഫേസ്, പ്രൈസിങ്, സെറ്റിംഗ്സ്, നമ്മൾ എങ്ങനെ ചോദ്യങ്ങൾ അഥവാ പ്രോംപ്റ്റുകൾ ചോദിക്കണം, റൈറ്റിംഗ്, എഴുത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങി കോഡിംഗ്, ഇമേജ് ജനറേഷൻ, ഡാറ്റ അനാലിസിസ്, വോയിസ് മോഡ്, സെർച്ച് GPT, ക്യാൻവാസ്, അങ്ങനെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കും. കൂടാതെ ChatGPTയുടെ എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ യൂസ്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ChatGPT അക്കൗണ്ട് ഉണ്ടാക്കാനായി ബ്രൗസറിൽ നിങ്ങൾ ഇങ്ങനെ ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് ഈ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങൾ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ സൈൻ അപ്പ് ഓപ്ഷൻ കാണിക്കും. ഇവിടെയാണ് നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കാനായി ക്ലിക്ക് ചെയ്യേണ്ടത്. സൈൻ അപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ വിവിധ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ. ഞാൻ ഇവിടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഡ് നിങ്ങളുടെ ഇമെയിലിലേക്ക് വരും. ആ ഇമെയിൽ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ഫുൾ നെയിമും ബർത്ത്ഡേയും കൊടുത്ത് വീണ്ടും കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഫോണിൽ എങ്ങനെ ChatGPT ഉപയോഗിക്കാം, അത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ChatGPTയുടെ പേജിലെത്തി. ഇവിടെ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സെറ്റിങ്സുകൾ ചെയ്ത് വെക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അവർ ആദ്യം തന്നെ കാണിക്കുന്നത്, നിങ്ങളുടെ മെമ്മറി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. അത് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ മറ്റൊരു സെക്ഷനിൽ വിശദമായിട്ട് പറയുന്നതാണ്. ഈ കാണുന്നതാണ് ChatGPTയുടെ ഇന്റർഫേസ്. ഇതിൽ കാണുന്ന മെസ്സേജ് ChatGPT എന്ന സെക്ഷനിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഇവർ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, ചെക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻഫോ എന്ന്. അതായത് ChatGPT തരുന്ന ഉത്തരങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളിവിടെ ഈ പേപ്പർ ക്ലിപ്പിൻ്റെ സിമ്പിൾ കാണാം. അതാണ് നിങ്ങൾക്ക് ഫോട്ടോസും ഒക്കെ അറ്റാച്ച് ചെയ്യാനുള്ള സ്ഥലം. അത് കഴിഞ്ഞ് ഇവിടെ ടൂൾസ് കാണാം. ടൂൾസിനകത്ത് നിങ്ങൾക്ക് ഡാലി ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കാം, വെബ് സെർച്ച് ചെയ്യാം, സെർച്ച് GPT ഉണ്ട്, ക്യാൻവാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിവിധ കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റ അനലൈസ് ചെയ്യാം, കോഡ് എഴുതാം, ഇമേജസ് അനലൈസ് ചെയ്യാം, ഹെൽപ്പ് മീ റൈറ്റ്, പുതിയ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ജിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ChatGPTയുടെ പ്രൈസിങ് ലെവൽസ് ആണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മന്ത്ലി ഫ്രീ ആയിട്ട് ChatGPT ഉപയോഗിക്കാം. ഈ ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് ഇപ്പം ലഭിക്കുന്നത് GPT-4o മിനിയുടെ ആക്സസ് ഉണ്ട്. പിന്നെ GPT-4oയ്ക്കുള്ള ലിമിറ്റഡ് ആക്സസ് ഉണ്ട്. കസ്റ്റം GPTs നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഇമേജസിൻ്റെയും ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെർച്ച് GPT ഉപയോഗിക്കുന്നതിനും. എന്നാൽ നിങ്ങൾക്ക് ഒരു $20 മാസം ചിലവാക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT പ്ലസ് ഇപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആക്സസ് ഉണ്ട് O1നും O1 മിനിക്കും. അത് മാത്രമല്ല വോയിസ് മോഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡ് വോയിസ് മോഡും സ്റ്റാൻഡേർഡ് വോയിസ് മോഡും നിങ്ങൾക്ക് ലഭിക്കും. കസ്റ്റം GPTs നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ OpenAIയുടെ പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് സോറ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കും. ഇനി OpenAIയുടെ പുതിയ പ്ലാനായ $200 മാസം ഉള്ള പ്ലാനാണ് പ്രോ മോഡല് ChatGPTയുടെ. ഇതിൽ നിങ്ങൾക്ക് എല്ലാത്തിനും അൺലിമിറ്റഡ് ആക്സസ് ആണ്. GPT-4oയും O1നും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ChatGPTയുടെ അഡ്വാൻസ്ഡ് വോയിസ് മോഡ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ആണ്. അതുപോലെ തന്നെ ChatGPT പ്രോയിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്
ഇതിൽ കൂടെ ലഭിക്കുന്നത്. ChatGPTയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഹൂസ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് ഞാൻ ChatGPTയോട് ചോദിക്കുകയാണ്. എൻ്റെ ആ പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുന്നത് ആ പെട്ടെന്നുള്ള സമയം കൊണ്ട് തന്നെ ChatGPT അതിൻ്റെ ഉത്തരം എഴുതാൻ തുടങ്ങി. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണെന്നൊക്കെ ChatGPT ഒരു ഉത്തരം എനിക്ക് തരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പേനയുടെ സിമ്പിള് നിങ്ങൾ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുതിയ ചാറ്റ് ഉണ്ടാക്കാൻ ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വിവിധ ഐക്കൺസ് കാണാൻ പറ്റും. ChatGPT അതിൻ്റെ റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന സിമ്പിൾ, ഇത് നിങ്ങൾക്ക് ഏത് മോഡലാണ് ChatGPTയുടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മോഡൽ അനുസരിച്ച് ആ മോഡൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നൽകും. ഇനി മറ്റൊന്നാണ് സെർച്ച് ചെയ്യാനുള്ളത്, അതായത് വെബ് സെർച്ച് ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ChatGPT തരുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, നിങ്ങൾക്ക് ഗുഡ് റെസ്പോൺസ് ആണോ ആ റെസ്പോൺസിൽ മാറ്റം വരുത്തണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സെർച്ച് GPT ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ChatGPT വഴി സെർച്ച് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ ലിങ്കുകൾ ChatGPT തന്ന ആൻസറിലുണ്ട്. ആ ഓരോ ലിങ്കും നമുക്ക് ആ റിസോഴ്സിനകത്തേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ വിക്കിപീഡിയയിൽ കാണിച്ച ഒരു ലിങ്കിലേക്ക് ഞാൻ പോയി, അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതുപോലെ ഓരോ സോഴ്സും അതിലേക്കുള്ള ലിങ്കും ChatGPT തരുന്നുണ്ട്. ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് വരെ തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ റിയൽ ടൈമായിട്ട് ChatGPT ഉപയോഗിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് റെസ്പോൺസ് ഇഷ്ടമായില്ലെങ്കിൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് റെസ്പോൺസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളും കൊടുക്കാൻ പറ്റും. ഇത് ChatGPTയുടെ ഇനി വരാൻ പോകുന്ന ട്രെയിനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കിനി പുതിയൊരു ചാറ്റ് വിൻഡോ തുറക്കാം. പുതിയൊരു ChatGPTയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനായി ഞാൻ ഈ പേനയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുവാണ്, എക്സ്പ്ലെയിൻ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇൻ സിമ്പിൾ ടേംസ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെ പറ്റി വാദോരാതെ എഴുതി തുടങ്ങി. അടുത്തതായി നമുക്ക് ChatGPTയുടെ സെറ്റിങ്സിൽ പോയി നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. അതിനായി പ്രൊഫൈൽ ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇനി ജനറൽ സെറ്റിങ്സിലാണ് നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നമുക്ക് ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് മലയാളമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ChatGPT മൊത്തം ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് മാറി. ഇനി നിങ്ങൾക്ക് മലയാളത്തിലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി നേരെ തിരിച്ച് ലാംഗ്വേജ് വീണ്ടും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷാക്കി മാറ്റുകയാണ്. ഡൺ. ഇനി നമുക്ക് സെറ്റിങ്സിലെ പേഴ്സണലൈസേഷൻ നോക്കാം. അതിനകത്ത് നമ്മൾ ലാംഗ്വേജ് ഓൾറെഡി പറഞ്ഞു. അടുത്തതായി നിങ്ങളുടെ ചാറ്റ്സ് ആർക്കൈവ് ചെയ്യാം. അങ്ങനെ ഇവിടെ പോയി മാനേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. മറ്റൊന്നാണ് കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായത്, നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിനും കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തത് മെമ്മറിയാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ചാറ്റുകൾ ChatGPT ഓർത്ത് വെച്ച് നിങ്ങൾ ഫ്യൂച്ചറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ച് മറുപടി പറയാൻ ChatGPTയുടെ മെമ്മറിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് എനേബിൾ ചെയ്താൽ ChatGPT ആ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കും. ഇനി അത് ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഓർത്ത് വയ്ക്കില്ല. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ മെമ്മറീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെയുള്ള ചാറ്റുകൾ ChatGPTയുടെ മെമ്മറിയിൽ നിന്ന് ക്ലിയർ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ChatGPT വോയിസ് മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കുന്ന ശബ്ദം ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതും ഇവിടെയാണ് സെറ്റിങ്സിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം ഏതാണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെറ്റിങ്സിലെ അടുത്തതാണ് ഡാറ്റ കൺട്രോൾസ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ChatGPTയുടെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കാമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഇവിടെ ഈ മോഡൽ ഇംപ്രൂവ്മെന്റ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് എനേബിൾ ചെയ്തിടുവാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ChatGPT അതിൻ്റെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കും. അതുകൊണ്ട് ഈ സ്ഥലത്ത് നിങ്ങളത് ഓഫ് ചെയ്തിടാൻ, ഡിസേബിൾ ചെയ്തിടാൻ ഓർക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ആപ്പുകളുമായി ChatGPTയെ കണക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് തുടങ്ങിയവയിലുള്ള ഡോക്യുമെന്റുകൾ ChatGPTയുമായി നേരിട്ട് ഉപയോഗിക്കാൻ ഈ ആപ്പുകളെ കണക്ട് ചെയ്യുന്നത് സഹായിക്കും. പക്ഷേ നിങ്ങളുടെ സ്വകാര്യത നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്.
ChatGPTയുടെ നിങ്ങളുടെ സെക്യൂരിറ്റിക്കായിട്ടുള്ള ഫീച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ഡിവൈസുകളിൽ നിങ്ങളുടെ ChatGPT അക്കൗണ്ട് ലോഗിൻ ആണോ അതെല്ലാത്തിനും നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ChatGPTയിൽ ടെക്സ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ എഴുത്തിന് വേണ്ടി ChatGPT എങ്ങനെ ഉപയോഗിക്കാം, റൈറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു ഇമെയിൽ എഴുതാനാണ്. നമ്മൾ ബ്ലോഗും സ്റ്റോറിയും പോയമും എസ്സേയും എല്ലാം എഴുതുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഇമെയിൽ എഴുതാൻ വേണ്ടി ആണ് ChatGPTയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു സിക്ക് ലീവിന് വേണ്ടിയിട്ട് എനിക്കൊരു ഓഫീസിലേക്ക് ഇമെയിൽ വേണം എന്ന് പറഞ്ഞാൽ ChatGPT എങ്ങനെയാണ് എഴുതി തരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് റൈറ്റ് എ ഫോർമൽ ഇമെയിൽ അപ്ലൈയിങ് ഫോർ സിക്ക് ലീവ്. ദ ഇമെയിൽ ഷുഡ് ഇൻക്ലൂഡ് റിക്വസ്റ്റ് ഫോർ അപ്രൂവൽ, പോസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നാണ് ChatGPT അതിൻ്റെ ഉത്തരമായിട്ട് ആ ഇമെയിൽ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ റിക്വസ്റ്റ് ഫോർ അപ്രൂവൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇമെയിലിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിലാണ് ChatGPT എഴുതിയിരിക്കുന്നത്. ഒരു സബ്ജക്റ്റ് ലൈൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിയർ എന്ന് പറഞ്ഞ മാനേജേഴ്സ് നെയിമിന് സ്പേസ് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന ഭാഗത്ത് നമ്മൾ എഴുതുന്നയാളുടെ പേരും മറ്റും വയ്ക്കാനുള്ള സെക്ഷനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നതും വളരെ വൃത്തിയിൽ തന്നെയാണ്. ശരി, അപ്പോൾ നമുക്കൊരു ഇമെയിൽ കിട്ടി. ഇത് ChatGPTയുടെ ഒരു മോഡൽ ഉപയോഗിച്ച് ചെയ്തതാണ്. നമുക്കിനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മോഡൽ മാറ്റി നോക്കിയാൽ ഉത്തരത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ മോഡൽ മാറ്റുകയാണ് ഇവിടെ. അതെ, മോഡൽ മാറ്റിയപ്പോഴും എത്ര പെട്ടെന്നാണ് ChatGPT അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതി തരുന്നതെന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമെയിൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതാം. അതിനു വേണ്ട പ്രോംപ്റ്റ് ഞാനിപ്പോൾ കൊടുക്കുകയാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 24 ഡിസംബറിന് അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ ChatGPTയുടെ അടുത്ത് പറയുകയാണ്. റൈറ്റ് എ ഹാർട്ട്ഫെൽറ്റ് ബ്ലോഗ് പോസ്റ്റ് പേയിങ് ട്രിബ്യൂട്ട് ടു ഡോക്ടർ മൻമോഹൻ സിംഗ് ഹു പാസ്ഡ് അവേ ഓൺ 26 ഡിസംബർ 2024. ഓക്കെ, നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുത്ത ഉടനെ തന്നെ ChatGPT അതിൻ്റെ ഉത്തരം എഴുതി തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പെട്ടെന്നാണ് ChatGPT അതിൻ്റെ ഉത്തരം എഴുതിയിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹാർട്ട് ഫെൽറ്റ് ബ്ലോഗ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മോഡൽ മാറ്റി നോക്കിയിട്ട് ഇതിൻ്റെ ഉത്തരത്തിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം. അല്ലാതെ ഈ ബ്ലോഗ് പോസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ എഡിറ്റ്സ് എന്ത് വേണമെന്നും ഫീഡ്ബാക്ക് ആയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ ബ്ലോഗിനെ മാറ്റാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പം ഇമെയിൽ ചെയ്തു, ബ്ലോഗ് പോസ്റ്റ് ചെയ്തു. അടുത്തതായി നമുക്കൊരു എസ്സേ എഴുതാം. അപ്പം ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇതാണ്. റൈറ്റ് എ ഡീറ്റെയിൽഡ് എസ്സേ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് കവറിംഗ് കോസസ്, എഫക്ട്സ് ആൻഡ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ്. അപ്പോൾ ഒരു ഉപന്യാസം എഴുതാനാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി. അപ്പോൾ ഞാൻ ഈ പ്രോംപ്റ്റ് കൊടുത്തു. ഇതിലും ഞാൻ എൻ്റെ എസ്സേയുടെ ലെങ്ത്ത് ലിമിറ്റ് ചെയ്തിട്ടില്ല, അത് ഞാൻ ChatGPTക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോസസും എഫക്ട്സും പൊട്ടൻഷ്യൽ സൊല്യൂഷൻസും ഉണ്ടാവണമെന്ന് മാത്രമാണ്. ആ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് ChatGPT ഇപ്പോൾ നമുക്ക് ഉത്തരം തന്നു. അതിനകത്ത് എസ്സേക്കൊരു ടൈറ്റിലുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കോസസ് ബുള്ളറ്റ് പോയിന്റ്സ് ആയി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഫക്ട്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ സൊല്യൂഷൻസും തന്നിട്ടുണ്ട്. അതിനുശേഷം അവസാന ഭാഗത്തായിട്ട് ആ കൺക്ലൂഡിങ് പാർട്ട്, കൺക്ലൂഷനും തന്നിട്ടുണ്ട്. എസ്സേ കറക്റ്റായി സ്ട്രക്ചറായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്തണമോ, ഇതിൻ്റെ ടോണിൽ മാറ്റം വരുത്തണോ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഞാൻ ഒരു പോയം എഴുതാൻ, ഒരു കവിത എഴുതാൻ വേണ്ടിയിട്ടാണ് ChatGPTയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ റൈറ്റ് എ പോയം അബൌട്ട് ദ വില്ലേജേഴ്സ് ഇൻ കേരള. കേരളത്തിലെ വില്ലേജസിനെ പറ്റിയാണ് ഞാൻ കവിത എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെ, ഒരു കവിത എത്ര പെട്ടെന്നാണ് ChatGPT എഴുതിയിരിക്കുന്നത്. അടുത്തതായി ഞാനൊരു ഷോർട്ട് സ്റ്റോറി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ചെറുകഥ എഴുതാൻ പറഞ്ഞു. അത് റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് എ ബോയ് ഇൻ കേരള വില്ലേജ് ഡ്രീമിങ് ടു മൈഗ്രേറ്റ് ടു കാനഡ. കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥ എഴുതാൻ പറഞ്ഞു.
ഡ്രീം ഓഫ് ഫാർ അവേ സ്കൈസ് ഒരു ഹെഡിങ് കൊടുത്തു, ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുകയാണ്, അതിനൊരു എൻഡ് ഉണ്ട്. യെസ്. അടുത്തതായി ഞാൻ ബുള്ളറ്റ് പോയിന്റ്സിൽ എനിക്ക് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഇൻ ബുള്ളറ്റ് പോയിന്റ്സ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അത് ചോദിച്ച ഉടനെ എനിക്ക് ChatGPT ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കോസസ്, ആഗോളതാപനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി എഴുതി തന്നു. ഓക്കെ, അപ്പം ഞാനിനി ഔട്ട്പുട്ടിന് നമുക്ക് ChatGPT തരുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് ഫോർമാറ്റ് എങ്ങനെയൊക്കെ മാറ്റാമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യം ബുള്ളറ്റ് പോയിന്റ്സിൽ ചോദിച്ചപ്പോൾ എനിക്കൊരു ആൻസർ തന്നു. ഇനി ഈ ബുള്ളറ്റ് പോയിന്റ്സിലുള്ള ആൻസറിനെ എനിക്ക് essay ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഈ തന്ന ആൻസർ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സിമ്പിൾ പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. കൺവേർട്ട് ഇറ്റ് ആസ് ആൻ essay എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കോസസിനെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് നേരെ ഒരു essay ഫോർമാറ്റിലേക്ക് അവർ മാറ്റി. ഒരു ഹെഡിങ് തന്നു, ഇൻട്രൊഡക്ഷൻ തന്നു. ആ നമ്മൾ നേരത്തെ ചോദിച്ച ബുള്ളറ്റ് പോയിന്റ്സിലെ ഓരോ പോയിന്റും അവർ എസ്സേയുടെ കണ്ടന്റിൽ എലാബറേറ്റ് ചെയ്തിട്ട് തന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കൺക്ലൂഷനും. അങ്ങനെ ഇതൊരു എസ്സേയുടെ ഫോർമാറ്റിലേക്ക് മാറി. അടുത്തതായി ഞാൻ ഒരു കോഡ് എഴുതി തരാൻ വേണ്ടിയിട്ടാണ് ChatGPTയുടെ അടുത്ത് പറയുന്നത്. ഒരു പൈത്തൺ കോഡാണ്, ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാനുള്ള പൈത്തൺ കോഡ് ഒരു ഉദാഹരണ സഹിതം എഴുതി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രോംപ്റ്റ് ഇതാണ്, റൈറ്റ് എ പൈത്തൺ കോഡ് ഫോർ റിവേഴ്സിങ് എ സ്ട്രിങ് വിത്ത് എക്സാമ്പിൾ. ഇത് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ നോക്കൂ എത്ര പെട്ടെന്നാണ് ഒരു പൈത്തൺ കോഡ് എഴുതിയിരിക്കുന്നത്. ഹലോ വേൾഡിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു പൈത്തൺ കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ എക്സാമ്പിളിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള വിവിധ മാർഗങ്ങൾ ഞാൻ കാണിച്ചു തന്നു. അടുത്തതായി ഇമേജ് ജനറേഷൻ ആണ്. അതായത് ChatGPT ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ നിർമ്മിക്കാം. അതിനായി ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ് ഇതാണ്, ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ കോസി കോഫി ഷോപ്പ് ഓൺ എ റെയിനി ഡേ. അത് കൊടുത്തപ്പോഴേക്കും ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ആ ഇമേജ് ഉണ്ടായി വരാൻ. ഒരു മഴയുള്ള ദിവസത്തെ കോഫി ഷോപ്പാണ്, പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതത്ര പെർഫെക്റ്റ് അല്ല, കുറച്ച് ഇമേജസ് ബ്ലേർഡാണ്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ഡോഗ് ഓൺ ദ കൗച്ച് ഇൻ കേരള. കേരളത്തിലുള്ള ഒരു സോഫയിലിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഈ ചിത്രത്തിൽ എനിക്കൊരു എഡിറ്റ് വേണം. അതായത് ഈ പട്ടിയുടെ കഴുത്തിൽ എനിക്കൊരു ബെല്ല് കെട്ടണം, ഒരു മണി കെട്ടണം. അപ്പോൾ ഞാൻ അത് ആ എഡിറ്റ് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ്, ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ഡോഗ് ഓൺ ദ കൗച്ച് ഇൻ കേരളയുടെ കൂടെ തന്നെ അടുത്ത എഡിറ്റാണ് ആഡ് എ ബെൽ അറൗണ്ട് ദ നെക്ക് ഓഫ് ദ ഡോഗ്. ഇത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ ആ പട്ടിയുടെ കഴുത്തിലൊരു മണി ഇട്ടിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി തന്നു. ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ചിത്രങ്ങളിൽ എന്തൊക്കെ എഡിറ്റ്സ് വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ അതും ChatGPT ചെയ്തു തരുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ചിത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആ ചിത്രം ഡൗൺലോഡായി കിട്ടും. ഇനി ചിത്രങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങളും ചോദിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം ഈ സൈക്കിളിനെ പറ്റി ഉള്ള ഒരു ചോദ്യം ചോദിച്ചു, ഇതിലെങ്ങനെ ഈ സീറ്റ് ശരിയാക്കാം എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ChatGPT കൊടുത്തു. ഇത് ChatGPTയുടെ തന്നെ സൈറ്റിൽ നിന്നുള്ള ഒരു എക്സാമ്പിളാണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഇമേജ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ, പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഇവൻറ്റ്. ഞാനൊരു ചിത്രത്തിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചു. അത് ഞാൻ ചോദിച്ചതും ChatGPT അതിൻ്റെ ഉത്തരം തരാൻ തുടങ്ങി. ഇത് മഹാത്മാഗാന്ധിയും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉള്ള നമ്മുടെ ഉപ്പു സത്യാഗ്രഹം ദണ്ഡി മാർച്ചിലുള്ള പടമാണെന്നാണ് ChatGPT അത് പറഞ്ഞത്. അത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അപ്പം മഹാത്മാഗാന്ധി ഉണ്ടെന്ന് പറഞ്ഞു, ആ ഇവൻറ്റ് ദണ്ഡി മാർച്ചാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ദണ്ഡി യാത്രയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ഡാറ്റ അനാലിസിസ് വേണ്ടിയിട്ടും ChatGPT ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് കൊടുത്താൽ അതിനെ സമ്മറൈസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ചാർട്ടൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ChatGPTയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയുള്ളതാണ്. അവരൊരു ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട്
ആ ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയേറ്റ് എ ചാർട്ട് ഷോയിങ് ആൻ എൻഗേജ്മെന്റ് ബൈ ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ്, ആ എക്സൽ ഷീറ്റ് ChatGPT അനലൈസ് ചെയ്ത് ഒരു ചാർട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ ഡാറ്റ അനാലിസിസ് നടത്താവുന്നതാണ്. അടുത്തത് SearchGPT ആണ്. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ ആദ്യമേ കാണിച്ചിരുന്നു. പക്ഷെ ഞാനിത് ChatGPTയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ChatGPTയുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ അത് എൻ്റെ ഡെസ്റ്റിനേഷനിൽ ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നു, എനിക്ക് എവിടെയാണ് ഒരു ഡിന്നറിന് പറ്റിയ സ്ഥലം എന്ന്. അപ്പോൾ അത് കാണിച്ചു തരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അടുത്ത ചോദ്യം, എന്താണ് അവിടുത്തെ വെതർ, കാലാവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ അതിനുള്ള ഉത്തരം തരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് കാലാവസ്ഥ എങ്ങനെയാണ്, ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്? അതിന് ഉത്തരവും തരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഉത്തരങ്ങളിലൊക്കെ അവർ സോഴ്സ് ലിങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കുകളിൽ പോയാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് നിങ്ങൾക്കുള്ള ഒരു കൊളാബറേറ്റീവ് റൈറ്റിംഗ് ആൻഡ് കോഡ് ജനറേറ്റിംഗ് ടൂളാണ് ChatGPT ക്യാൻവാസ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ബാക്കി എഡിറ്റ്സും റിവിഷനും ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സജസ്റ്റ് എഡിറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. ലെങ്ത് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. റീഡിംഗ് ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇമോജീസ് ആഡ് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സജസ്റ്റ് എഡിറ്റ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ChatGPT സജസ്റ്റ് ചെയ്യുന്ന എഡിറ്റ് നിങ്ങൾക്ക് അതേപോലെ മാറ്റം വരുത്താൻ സാധിക്കുന്നു. ഇതേപോലെ ChatGPTനോട് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ, ആ ക്യാൻവാസിനകത്ത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ലെവൽ കിൻഡർ ഗാർഡൻ വേണോ, മിഡിൽ സ്കൂൾ വേണോ, കോളേജ് വേണോ, ഗ്രാജുവേറ്റ് വേണോ, അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ പലവിധ ഓപ്ഷൻസ് ഈ ക്യാൻവാസിൽ അവൈലബിൾ ആണ്. ക്യാൻവാസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വൈകാതെ വരും. നമുക്ക് അടുത്തതായിട്ട് വോയിസ് മോഡ് നോക്കാം. ChatGPTക്ക് വോയിസ് മോഡ് ഇപ്പോൾ അഡ്വാൻസ്ഡ് മോഡും സ്റ്റാൻഡേർഡ് മോഡും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം റിയൽ ടൈമായിട്ട് ChatGPTയോട് സംസാരിക്കാം അതിൻ്റെ വോയിസ് മോഡ് ഉപയോഗിച്ച്. അത് നിങ്ങൾക്ക് ഏത് ശബ്ദം വേണമെന്നൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ സെറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വോയിസ് മോഡിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടതുപോലെ ChatGPT വെറും ഒരു ചാറ്റ് ബോട്ട് അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ശക്തമായിട്ടുള്ള AI ടൂളാണ്. നമ്മുടെ വിദ്യാഭ്യാസം, റിസർച്ച്, ക്രിയേറ്റീവ് റൈറ്റിംഗ്, പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ് തുടങ്ങി നിരവധി മേഖലകളിൽ ഇത് നമ്മളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ ഈ ശക്തമായ ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് എത്തിക്സ്, ധാർമ്മികത. ChatGPT നല്ല ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഇത് ഉപയോഗിക്കരുത്. രണ്ടാമത്തത് വിവരങ്ങളുടെ കൃത്യത. AI നൽകുന്ന വിവരങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. അപ്പൊ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. മൂന്നാമത്തത് സ്വകാര്യത. വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുക. നാലാമത്തത് ബാലൻസ് ആണ്. നിങ്ങൾ AI ആശ്രയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ചിന്താശേഷിയും വികസിപ്പിക്കണം. ഒരു ടൂള് മാത്രമാണ് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയുടെ പകരക്കാരനല്ല. അഞ്ചാമത്തത് തുടർച്ചയായ പഠനമാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കണം. ഈ AI ടെക്നോളജി വളരെ വേഗത്തിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പുതിയ സവിശേഷതകളെ കുറിച്ചും അപ്ഡേറ്റുകളെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ChatGPT നമുക്ക് നൽകുന്ന അവസരങ്ങളും വളരെ വലുതാണ്. അപ്പൊ നമുക്ക് ഈ ടെക്നോളജിയെ ഉത്തരവാദിത്തത്തോടെയും ബുദ്ധിപരമായും ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ChatGPTയെ കുറിച്ചൊരു വ്യക്തമായ നല്ല നോളജ് ലഭിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതോടെ നമ്മുടെ ഈ ബിഗിനേഴ്സ് എപ്പിസോഡിലെ ChatGPTയുടെ യാത്ര അവസാനിക്കുകയാണ്. അഡ്വാൻസ് ലെവൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള മറ്റ് AI ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ഐക്കൺ അമർത്തണം.